ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഒരു വീക്ക് ഡേ കുക്കിംഗ് വീഡിയോ ആണ്. അപ്പം രാവിലെ നമുക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൂടെ ഒരുമിച്ച് വെക്കണം. അപ്പം ആദ്യം തന്നെ ഞാൻ അരി ഇടുകയാണ്. അപ്പം ലഞ്ച് പാക്ക് ചെയ്യാറാകുമ്പോഴത്തേനും വെന്ത് കിട്ടും. പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തലേദിവസം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വെക്കുന്നത് ഒരു തോരനും ഒരു മീൻകറിയും വെക്കുന്നുണ്ട്. അപ്പം തോരന് വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ഓൾറെഡി തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പം തോരന് വേണ്ടിയിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തു. അപ്പോൾ ആദ്യം ഞാൻ തോരൻ റെഡിയാക്കുകയാണ്, കാരണം മീൻ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ആദ്യം തോരനും റെഡിയാക്കി കൂട്ടത്തിൽ തന്നെ നമ്മുടെ അരിയും അടുപ്പത്ത് കയറ്റി. അപ്പം തോരൻ ജസ്റ്റ് കടുക് വറുത്തിട്ട് എനിക്ക് ഏത്തക്കയല്ല കിട്ടിയത്, മറ്റേ നമ്മുടെ പടറ്റിക്കായ ഇല്ലേ, ആ കായാണ്. അപ്പോൾ അത് ഏത്തക്കയെക്കാട്ടിലും വേഗം വേകും, ഒത്തിരി സമയമൊന്നും വേണ്ട. അപ്പം ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച്, ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങ് വെന്ത് കുഴയും. ഇപ്പോൾ തോരനാകുമ്പം കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടിരിക്കണമല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കുക. പിന്നെ കുറച്ച് തേങ്ങ ചേർക്കുക. അത്രയേ ഉള്ളൂ, തോരൻ റെഡിയായി. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് സ്ഥിരം മിക്കവാറും വീക്ക് ഡേയ്സിൽ, അത് ആദ്യത്തെ ഒരു തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വരെയൊക്കെ ഇഡ്ഡലിയും ദോശയൊക്കെയാണ്. അപ്പം ഞാൻ എനിക്ക് ഇഡ്ഡലിയും ശ്രീഹരിക്ക് ദോശയാണ്. അപ്പം എൻ്റെ ഇഡ്ഡലി ആദ്യമേ അങ്ങ് വെക്കുകയാണ്. പിന്നെ സാമ്പാർ കുറച്ച് ഇരിപ്പുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ ചട്നിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. സാമ്പാർ കൊടുത്തു വിടുന്നില്ല. ലഞ്ചിന് ഞാൻ മീൻ കൂട്ടാൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മോര് കാച്ചിയതും ഇരിപ്പുണ്ട്, തോരനുണ്ട്. അപ്പോൾ അതേ കൊടുത്തു വിടുന്നുള്ളൂ. സാമ്പാർ ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാർ. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോട് അത് തീരും. അപ്പം ഞാൻ ഇഡ്ഡലി വെച്ചു. അപ്പോഴത്തേനും മീൻ വന്നു. ഇനി മീനെല്ലാം വെട്ടി വൃത്തിയായാണ് വന്നിരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മാത്രം മതി. അപ്പം അയിലയാണ് ഓർഡർ ചെയ്തത്. അപ്പം അത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്താൽ മാത്രം മതി. ഒത്തിരി കറി എന്ന രീതി കട്ട് ചെയ്താണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു. അപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനതങ്ങ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്, കാരണം ഞാനിത് ഉച്ചയ്ക്ക് കഴിക്കുമല്ലോ. അപ്പം എന്നിട്ട് ഒരു പാത്രത്തിലെടുത്ത് മാറ്റി അങ്ങ് അടച്ചു വെച്ചു. ഇനി നമുക്ക് മീൻ കൂട്ടാൻ വെക്കാം. അപ്പം അയില മുളകിട്ടതാണ് വെക്കുന്നത്. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലല്ലോ. നമ്മൾ കുറച്ച് സബോളയും ഇഞ്ചിയും പച്ചമുളകും ഉലുവയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് മുളക് പൊടിയും പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് പുളിയും ചേർത്ത് തിളപ്പിച്ച് അയിലയുടെ കഷ്ണങ്ങൾ ഇടുക. മല്ലിപ്പൊടി ഞാൻ ചേർക്കാറില്ല. മല്ലിപ്പൊടി ചേർക്കുന്നവർക്ക് ചേർക്കാൻ, ഞാൻ ചേർക്കാറില്ല. നന്നായിട്ട് പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ട് വേണം വെള്ളം ചേർക്കാൻ. അപ്പോൾ ഞാൻ പുളിയും ചേർത്തു, ചൂടുവെള്ളമാണ് ഞാൻ ചേർത്തത്, അതും ചേർത്തു. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നു. ഇനി നമുക്ക് അയിലയുടെ പീസസും കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം. പിന്നെ കുറച്ച് നേരം വറ്റിക്കണം. അപ്പം കുറച്ച് നേരത്തെ ഇത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്, കാരണം കുറച്ച് സമയം എടുത്ത് ഇത് വറ്റി നന്നായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മുളകിട്ട കറി കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി വരുന്നു. മോര് കാച്ചിയത് ഓൾറെഡി ഇരിപ്പുണ്ട്, തോരൻ റെഡിയായി, മീൻ കൂട്ടാൻ റെഡിയായി, പിന്നെ ഇഡ്ഡലിയും റെഡിയായി. ഇനി നമുക്ക് സാമ്പാർ ഒന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ കുറച്ച് ചമ്മന്തി അരയ്ക്കണം, കാരണം സാമ്പാർ അധികം ഇല്ല, ഇച്ചിരി സാമ്പാറേ ഉള്ളൂ. അപ്പം കുറച്ച് ചമ്മന്തിയും കൂടെ അരയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒത്തിരി നാളായി സാമ്പാറും ചമ്മന്തിയും രണ്ടും കൂടെ ഒരുമിച്ച് കഴിച്ചിട്ട്. അപ്പോൾ ഇച്ചിരി ഒരു ശകലം ചമ്മന്തിയും കൂടെ അരച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം ഞാൻ സാമ്പാർ ചൂടാക്കി. പിന്നെ സാധാരണ കടുക് വറുത്ത ചമ്മന്തിയല്ല, ഒരു കട്ട ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം തേങ്ങയും പിന്നെ ഇഞ്ചിയും പച്ചമുളകും കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ അത് മാത്രം മതി, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. സാധാരണ ഒരു ചമ്മന്തി. ഞാൻ കടുക് വറക്കുന്നില്ല, ഇച്ചിരി വെള്ളം കുറച്ച് കട്ട ചമ്മന്തിയായിട്ടാണ് എടുക്കുന്നത്. ഓൾറെഡി സാമ്പാറുണ്ടല്ലോ വെള്ളത്തിന്. അപ്പോൾ മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് വറ്റിച്ചെടുക്കണം.
ഇതിനിപ്പം കുറച്ച് നേരം തുറന്ന് വെച്ച് ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് റെഡിയാവും. പിന്നെ നമ്മുടെ ദോശ കൂടെ അങ്ങ് ചുട്ട് കഴിഞ്ഞാൽ, ചമ്മന്തി ഞാൻ റെഡിയാക്കി, ദോശയും കൂടെ ചുട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി പാക്ക് ചെയ്താൽ മാത്രം മതി. അപ്പം നമ്മൾ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുകയും ചെയ്തു. ചോറും തോരനും മോര് കാച്ചിയതും മീൻ കൂട്ടാനും, മീൻ്റെ കഷ്ണവും കുറച്ചൊരു ആ ഉള്ളിയൊക്കെ കൂടെ വെച്ചിട്ടുള്ളൂ, ചാറ് അധികം ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.